ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മീര ചേച്ചിയുടെ ബാഗിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇന്ന് രാവിലെ ആ ബാഗ് തന്നപ്പോൾ അതിനകത്ത് ഭയങ്കര ഭാരമായിരുന്നു. കുറേ കാലമായിട്ട് ഞാനും രേണു ചേച്ചി എല്ലാവരും മാറിയും തിരിഞ്ഞും പറയാറുണ്ട് അതിനകത്ത് എന്താ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് ലാഗ് എടുപ്പിക്കാണ്ട് നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മീരയുടെ ബാഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ചെക്കിങ് ആണെന്ന് ചോദിച്ചാൽ കാരണം എനിക്കും അശ്വതിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ മീരയുടെ ബാഗിനകത്ത് എന്താണ്. രാവിലെ അശ്വതി ബാഗ് എടുത്ത് നോക്കിയാൽ ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇനി മാത്രം എന്തുവാ ഈ സാധനം ഇതിൻ്റെ അകത്തേക്ക് കെട്ടി പൊട്ടിക്കാൻ നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഈ ബാഗും കൊടുക്കത്തില്ല. എപ്പോഴും മറ്റേ ഈ പച്ചക്കുതിരയിലെ ദിലീപ് നടക്കുന്നതിൽ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും മീര നടക്കുന്നത്. ഇത് നേരെ വരും, കൊണ്ട് മേടി വെക്കും, തിരിച്ചെടുക്കും, കൊണ്ടുപോകും. നമ്മളുമായിട്ടൊരു ബന്ധമില്ല. ഇതിനകത്ത് എന്തുകൊണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഇന്ന് അത് ചെക്കിങ് ചെയ്യാൻ നമുക്കൊരു വീഡിയോ അപ്പം നൈസായിട്ട് നമുക്ക് നേരെ വേറെ ഒന്നുമല്ല, ഇവർക്ക് ഈ ബാഗ് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ വന്നപ്പോൾ ഈ ബാഗ് എടുത്ത് ഞാൻ അശ്വതിയോട് അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അശ്വതി പറഞ്ഞു നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ കുറേ നേരമായിട്ട് എന്നെ കളിയാക്കി. അപ്പം എന്താ ഈ ബാഗിനകത്ത് നിന്ന് കാണിച്ചു കൊടുത്തേക്കാം. അപ്പം മീനയുടെ ബാഗിന്റെ ഫസ്റ്റ് ഓറയിലേക്ക് നമുക്ക് പോകാം. ഇത് കാണാതെ നമ്മൾ നോക്കട്ടെ. ഫസ്റ്റ് ഇത് മീനയുടെ കൂടപ്പിറപ്പാണ്, മീനയുടെ അമൃതാഞ്ജൻ. അതെ, ഇതില്ലാതെ എനിക്ക് പറ്റില്ല. ഇടയ്ക്കൊക്കെ ഞാൻ ഓഫീസിലൊക്കെ ഉപയോഗിക്കും, ബസ്സൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ മണം നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് ലോട്ട്സ് ഓഫ് മണി. ഇപ്പം ക്ലാസ്സിന് ആർക്കെങ്കിലും ടൈറ്റ് വരാന്നുണ്ടെങ്കിൽ മീരയെ സമീപിക്കുക. താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. 90 രൂപയുണ്ട്. അപ്പം മീരയുടെ ബസ് കാശ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളൊരു നാളെ മീരയുടെ ബാഗ് തട്ടിപ്പറിക്കരുത്. പിന്നെ ഇതിനകത്ത് 2-3 ടിഷ്യൂ പേപ്പർ ഉണ്ട്. ഇത് ആക്ച്വലി ഇത് എനിക്ക് മീരയ്ക്കെന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറിനോട് ഇച്ചിരി ആക്രാന്തം കൂടുതലുള്ള പിള്ളേരെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഹോട്ടലിൽ ചെന്നാലും 2-3 ചില ഭാര്യ എടുത്തെന്ന് നടക്കും. അത് എന്തിനാണെന്നറിയത്തില്ല, ഒരു സുഖം. അതെ, ടിഷ്യൂ പേപ്പർ ഞങ്ങൾക്കൊരു വീക്ക്നെസ് ആണ്. പിന്നെന്താ ഇതിനകത്ത് ഇത് പിന്നെ മീരയുടെ ഹെഡ്ഫോൺസ് അല്ലേ, റെഡ്മിയുടെ കേട്ടോ, റെഡ്മിയുടെ ഹെഡ്സെറ്റ്. അത് മീരയുടെ കൂടെ എനിക്കിത് വേണം. കാരണം എവിടെ പോയാലും ഞാൻ പാട്ട് കേൾക്കുന്ന ആളാണ്. വഴി കൂടെ പോകുകയാണെങ്കിലും വെച്ചോണ്ട് പോകും. ഒരു ചെവിയിൽ വെക്കുള്ളൂ കേട്ടോ. വണ്ടി കാര്യമൊന്നും ഇരിക്കുമ്പോൾ അതുകൊണ്ട് ഒരു ചെവിയിൽ വെക്കുള്ളൂ. പിന്നെ ഇത് നമ്മള് സുരിയാന്ന് വാങ്ങിച്ചല്ലേ? ഇത് സുരിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആണ് തോന്നുന്നു. നല്ല സ്മെല്ല്. പിന്നെ ഇതിൻ്റെ അകത്ത് അതാ ഹിമാലയയുടെ ലിബാം. ഇത് മീര എന്നോട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ മേടിച്ചു കൊടുത്ത സാധനമാണ്. അതെ, 40 രൂപ. ഇടപ്പള്ളിനെ കണ്ടു വാങ്ങിച്ചില്ല. ഗ്രാൻഡ് മാളിന്ന് വാങ്ങിച്ചാണ്. ഇത് എല്ലാവരുടെയും ഉണ്ട്. എനിക്ക് അതിപ്പം വേനൽക്കാലല്ലേ, വേറെ ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ചുണ്ടൊക്കെ പോട്ട് വെക്കും. ഇത് ഒരു ലിപ്സ്റ്റിക്ക്. ഇതും സ്റ്റുഡിയോ. ഞാൻ സ്റ്റുഡിയോയുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. സ്റ്റുഡിയോക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് അവിടത്തെയാണ് ബുള്ളറ്റ്. ഇതൊരു ലിപ്സ്റ്റിക്കും ഒരു ക്രയോൺ ജസ്റ്റ് തൂത്തിടാം. നല്ല കളറാട്ടോ, ലൈറ്റ് കളർ. നല്ല സ്മെല്ല് ഉണ്ടാകുന്നു. വീണ്ടും പൈസ ആണ് കിട്ടുന്ന കേസ്. എളുപ്പത്തോടെ പൈസ ആണ്. ഒരു 20 രൂപ മുന്നോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്തോ പെൻസിലോ? ഇത് പേനയല്ല, പെൻസിലും അല്ല. ഇത് ഐലൈനർ. കണ്ണിലായിരുന്നു. ഇത് കണ്ടെങ്കിൽ എല്ലാവരും കരുതും പേന പെൻസിലാന്ന് ഓർത്ത് ആരും വിളിക്കും. അത് ഞാൻ ഓർത്ത് പേനയാന്ന് പക്ഷേ അല്ല. ഇത് അത്തർ. ഞാൻ ഇതിന്റെ വലിയൊരു ഫാനാട്ടോ. ഞാൻ ഇതാണ് മിക്കപ്പോഴും വാങ്ങും. എല്ലാ മാസവും വാങ്ങാറുണ്ട്. പല ഫ്ലേവർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാ വീണ്ടും അതെ, ഇതിന്റെ എല്ലാ സിസ്റ്റേഴ്സ് ആണ്. പിന്നെ എന്തുവായത് ക്രാബ്. ഇത് ആസ് യൂഷ്വൽ എല്ലാ ലേഡീസിന്റെ ബാഗിലുള്ളൊരു സാധനമുള്ള ക്രാബ്. ഇത് നമ്മുടെ മീൻ്റെ ബാഗിനകത്തുണ്ട്. പിന്നെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു കോയിൻ, ഒരു 5 രൂപയുടെ കോയിൻ ഉണ്ട്. പൈസക്കാരി കേട്ടോ. പിന്നെ എന്താ ഇത് ഇനിയുണ്ടല്ലോ ടിക്കറ്റാ, വണ്ടിക്കൂലി. ഇന്നത്തെ 10 രൂപ MG റോഡ്. ഇതൊരു ക്ലിപ്പ്, ഒരു ബുഷുണ്ട്. അപ്പം ഈ ഒരു ഉറക്കാത്ത തീർന്ന് ഇപ്പം മെയിൻ ഉറ വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് കാണാം. അപ്പം ഫസ്റ്റ് ഉറ തീർന്നിട്ടുണ്ട്. സെക്കൻഡ് ഉറ ഓപ്പൺ ചെയ്യുകയാണ്.
വന്ന് നമ്മള് വരുന്ന പ്രമാണിച്ച് പുള്ളിക്കാരി ഇതൊന്നും മാറ്റി. ഇല്ല പാത്രം ഉണ്ടായിരുന്നു ഞാൻ കഴുകാൻ എടുത്ത് കഴുകി വെച്ചു അത് ഉണക്കാണ്ട് വെച്ച്. ഇത് ചാർജർ. എന്റെ കമ്പനി ഫോൺ വർക്ക് ചെയ്യുന്നിടത്ത് കമ്പനി ഫോണിന്റെ ചാർജറാണ്. പിന്നെ കൊട. അയ്യോ ഈ കൊടയുടെ കാര്യം പറഞ്ഞിട്ട് എന്ത് സ്വാമി ചോദിച്ചു. ഇതിനകത്താണെങ്കിൽ ഇത് താന്നിങ്ങനെ വരും. ഇത് രേന വരുന്നവിടെയാണ് പഴയാകുമ്പോൾ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മീനയുടെ സ്വഭാവം കൈ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കമ്പനി ഫോണാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു ബുക്ക്. ഒരു പുതിയ ക്ലാസ്സിൽ ചെയ്ത് എന്തിന്റെ റിലീവ് മീര നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഈ ഒരു ബുക്ക് പുള്ളിക്കാരി കീപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവെ വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. സോറി, ഈ അത്യാവശ്യം ഈ GK ഒക്കെ മീരയ്ക്കുണ്ട്. കാരണം PSC ഒക്കെ പഠിച്ചതിൻ്റെ ഒരു ഗുണം മീരയ്ക്ക് കാണാനുണ്ട്. ഞാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യോത്തര വേളകളൊക്കെ നടത്താറുണ്ട്. അപ്പം അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നിന്ന വിജയ് എഴുതിയ ബുക്ക്. ഇത് ഞാൻ ഈയിടയ്ക്ക് വാങ്ങിച്ചതേ ഉള്ളൂ. അധികം ഒന്നും വായിച്ചില്ല, കുറച്ച് വായിച്ചേ ഉള്ളൂ. ഇഷ്ടമുള്ളവരൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർ കയറി ഇത് വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ PDF ഒക്കെ കിട്ടും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം, ആ ഒരു ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഞാൻ ഈയിടയ്ക്ക് വായിച്ചത് വേറെയാണ്, റാം കെയർ ഓഫ് ആനന്ദ്. മിക്കവരും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു പെൻ. ഇതൊരു നോർമൽ പെൻ ഉണ്ട്. ഇത് രഹന എനിക്കുണ്ട്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നാല് സ്പെയിൻ. അവിടെ നിന്നാണ്ട് ഇവരുടെ ഓഫീസിൽ വന്നപ്പോൾ അവരിങ്ങനെ തന്നവരെ. ആ ഒരു പെൻ അത്രേ ഉള്ളൂ തോന്നുന്നു, വേറെ ഒന്നും ഇല്ല. ആക്ച്വലി ഇത്രേ ഉള്ളൂ കാര്യം. ഈ ബൈനകത്ത് വേറെ ഒന്നും തന്നെ ഇതെല്ലാം ഇരിക്കുന്ന വേറെ ഒന്നും അല്ല. ഇത് കൊടയുടെ ഒക്കെ നല്ല വെയിറ്റാ. അല്ലാണ്ട് ഇതിൽ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഈ ബാഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ നമ്മളത് വിചാരിക്കും, നമ്മളെ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നതാണ്. മീരയ്ക്ക് പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് മീരയ്ക്ക് ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൻ്റെ അകത്ത് ആ ബാഗ് കിട്ടുന്ന മനുഷ്യനും ജീവിച്ചു. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് അവളുടെ ATM-ന്റെ പിൻ നമ്പർ, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് ATM-ന്റെ പിൻ നമ്പർ ഫോണിൽ സേവ് ചെയ്യുന്ന. ഓക്കെ, ഇത് പേപ്പറിൽ എഴുതി വെക്കുക. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പാൻ കാർഡ് നമ്പർ, സകലமான ഡീറ്റെയിൽസ്. ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഒറ്റ പേപ്പറിൽ എഴുതിക്കൊണ്ട് നടന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ഈ മക വ്യക്തി. പൊതിഞ്ഞ് മീൻസ് ബാഗ് കിട്ടുന്നവർക്ക് കുശാലായിരുന്നു. അത്യാവശ്യം ഇന്നത്തെ എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ ഇവിടെ നടക്കുന്ന ആളെ നമ്മൾ വിചാരിക്കേ ഇന്നത്തെ എന്താ വലിയ സംഭവം. ഓർഡർ ഈ ബാഗ് നല്ല വലിയ ബാഗാണ്. നമ്മൾ വിചാരിച്ച് ഭയങ്കര ഒരു സംഭവം ഇല്ലാത്തുണ്ടോ, ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്രയുള്ള ഗൈസ്. അപ്പം എന്താ പറയാ, മീരയുടെ ബാഗിനകത്തുള്ള എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾക്കൊരു സന്തോഷമായി. നൈസായിട്ട് വീഡിയോ എടുത്തു. അപ്പം ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ ക്യാമറമാനുണ്ട് കേട്ടോ, അശ്വതിയാണ് ഞങ്ങൾക്ക് ക്യാമറ ഒക്കെ വിളിച്ചു തരുന്നത്. അപ്പം പാവമുണ്ട്. അപ്പം അശ്വതിക്കും ഭയങ്കര സന്തോഷം ഇങ്ങനെ ടീച്ചർ ബാഗിനകത്ത് എന്താ നോക്കുന്നതിൽ. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസത്തിന് പകരം ഞങ്ങളുടെ ബാഗിനകത്തല്ല, അശ്വതിയുടെ ഒരു ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്. അശ്വതിക്ക് ഒരു മഞ്ഞ ബാഗ് എടുക്കുക, ഞാൻ നോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അശ്വതിയുടെ ബാഗിനകത്ത് എന്തുണ്ടെന്ന് എനിക്ക് നല്ല എനിക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാനും മീരെ അതിൻ്റെ അടുത്തൊരു കണ്ടൊക്കെ ഇപ്പം ബാഗ് വരുന്നതായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.